പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഫെബ്രുവരി 11 ബുധനാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാന യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആശീർവദിക്കുന്നു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ ഇന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ അനുഭവ സാക്ഷികളുടെയും സാക്ഷ്യങ്ങൾ നിനക്കും ഈ നിമിഷം നിൻ്റെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥകളെ അതിജീവിക്കാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഭയപ്പെടുന്ന വ്യക്തികൾ, നീ സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, നീ എന്ത് ചെയ്യും,
എങ്ങനെ അതിജീവിക്കും എന്ന് വേദനിക്കുന്ന വിഷയങ്ങൾ, അതിൻ്റെ മേലെല്ലാം കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. കർത്താവേ, ആശുപത്രി കഴിയുന്നവരെ, കർത്താവേ, ഓരോരോ ജീവിക്കാൻ വേണ്ടി ഓരോരോ ജോലിക്ക് പോകുന്നവരെ, ജോലി അന്വേഷിച്ച് പോകുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, വിസ പ്രോസസ്സിംഗ് ഇരിക്കുന്നവരെ, വിസ നഷ്ടപ്പെട്ടു പോയവരെ, പുതുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ, നാട്ടിലെ ജോലിക്ക് ശ്രമിക്കുന്നവരെ, അതിൻ്റെ പരീക്ഷ എഴുതുന്നവരെ, അതിൻ്റെ പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നവരെ, കർത്താവേ, പലതരത്തിലുള്ള ജപ്തി നടപടികൾ, പലതരത്തിലുള്ള കോടതി കേസുകൾ, പലതരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന നിനക്ക് മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഞാൻ ഉറപ്പു തരികയും അമ്മ നിന്നെ സഹായിക്കുകയും ഈശോ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കണ്ടത്, കഴിഞ്ഞ കാലത്ത് നമ്മുടെ കയ്യിൽ നിന്ന് വന്ന കയ്യബദ്ധങ്ങളെ, ദൈവത്തിൻ്റെ സ്നേഹത്തിന് നിരക്കാത്ത നടപടിക്രമങ്ങളെ ദൈവം ചോദ്യം ചെയ്യുമ്പോൾ, മനസാക്ഷി നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ സ്വയം നീതീകരിക്കുകയും ആ നീതി മറ്റുള്ളവരുടെ മേൽ അത് കെട്ടിവെക്കുകയോ ചെയ്യാതെ അത് ഏറ്റെടുത്ത് ദൈവത്തിൻ്റെ മാപ്പ് ചോദിക്കുന്നതിനെക്കുറിച്ചാണ് ഭൂതകാലത്തിൻ്റെ വിശുദ്ധീകരണം. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇനി വർത്തമാനകാലവും അതുപോലെ ഒരു വിഷയമാണ്. ദൈവം നിരീക്ഷിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഭൂതകാലം മാത്രമല്ല, വർത്തമാനകാലവും ദൈവം നിരീക്ഷിക്കുന്നു. വാട്ട് യു ആർ ഡൂയിങ് നൗ, നീ ഇപ്പം എന്ത് ചെയ്യുന്നു, അത് ദൈവത്തിന് പ്രധാനപ്പെട്ടതാണ്. നിന്റെ വർത്തമാനകാലത്തിൻ്റെ വിശുദ്ധീകരണത്തിന് ഉതകുന്നതാണ്. ഇപ്പം എങ്ങനെയാണ് കാലങ്ങളെ വിശുദ്ധീകരിക്കണം എന്നാണ് അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1 രാജാക്കന്മാർ 19:13 എടുത്തേ. അപ്പോൾ ഏലിയ മേലങ്കി കൊണ്ട് മുഖം മറച്ചു പുറത്തേക്ക് വന്ന് ഗുഹാമുഖത്ത് നിന്നു. അപ്പോൾ അവൻ ഒരു സ്വരം കേട്ടു. ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? വാട്ട് യു ആർ ഡൂയിങ് നൗ. ഇത് എപ്പോഴും പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഓരോ ദിവസവും നമ്മൾ നമ്മോട് ചോദിക്കേണ്ട കാര്യമാണ്. നീ ഇവിടെ എന്ത് ചെയ്യുന്നു? അത് നമുക്ക് ഞങ്ങളുടെ സെമിനാറിലൊക്കെ ഉണ്ടല്ലോ, ഈ പഠിക്കണ കാലത്ത് എല്ലാ സ്റ്റഡി ഹാളിൽ ഓരോ മണിക്കൂർ കഴിയുമ്പോൾ ഒരു ചെറിയ കുഞ്ഞു മണി കിളിക്കും. ബീഡിലെന്ന് പറയും, ലീഡർ എന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ അത് എന്തിനുള്ള എക്സാമിനേഷൻ കോൺഷ്യസിന് വേണ്ടിയുള്ളതാണ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ചില ആൾക്കാർ പടം വരച്ചുകൊണ്ടിരിക്കുകയായിരിക്കും പഠിക്കണ സമയത്ത്. അപ്പോൾ നമ്മൾ അത് പടമൊക്കെ മാറ്റി വെച്ചിട്ട് സോറി പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്ന ഉത്തരവാദിത്തം. അതാണ് വിഷയം. നീ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ആൾക്കാർക്ക് റീൽസ് നോക്കി ജീവിതം പോകണമാണ് ഈ കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയ ഗതികേട് എന്ന് പറയുന്നത്. കഴുത്തിങ്ങനെ ചോദ്യചിഹ്നം പോലെ ഇങ്ങനെ ഒടുങ്ങിയിരിക്കുന്ന മനുഷ്യരെ അടുത്ത ജന്മത്തിൽ. ഈ പരിണാമമൊക്കെ സത്യമാണെങ്കിൽ അടുത്ത ജന്മത്തിൽ മിക്കവാറും പിള്ളേരൊക്കെ ഇങ്ങനെ ചോദ്യചിഹ്നം പോലെ ഇരിക്കണം. പ്രസവിക്കണം ഇങ്ങനെ ഇരിക്കും. പ്രസവിക്കാൻ സാധ്യതയില്ല, വയറ് വളർന്ന് നടക്കേണ്ടി വരും. കാര്യം ഈ ചോദ്യചിഹ്നം പോലെ. കാര്യം ഈ തലമുറകൾ തന്നെ ഇങ്ങനെ ഈ മൊബൈലിൽ നോക്കി റീൽസും കണ്ട് കുനിഞ്ഞിരിക്കുകയല്ലേ. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതാണ്. പക്ഷെ അതുപോലെ തന്നെയാണ് നീ ഇവിടെ എന്ത് ചെയ്യുന്നു. ആ ചോദ്യം ഇടയ്ക്ക് ചോദിച്ചാൽ, അപ്പോൾ നമ്മളിങ്ങനെ വേണ്ടാത്ത കാഴ്ചയെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് നമുക്ക് പോകാം. കാര്യം ഓരോ സമയവും ദൈവത്തോട് ഉത്തരവാദിത്തമുള്ളതാണ്. സമയത്തിൻ്റെ കുഴപ്പമെന്ന് പറയുന്നത് ഇത് ബ്രെയിൻ പോലെയാണ്. നമ്മുടെ ബോഡിയൊക്കെ അസ്ഥിയൊടിയണമെങ്കിൽ അതൊക്കെ കൂടും. കോശങ്ങളൊക്കെ പഴുത്തൊക്കെ പോയി കഴിഞ്ഞാലും പിന്നെ അതൊക്കെ മാംസം വെച്ച് കൂടും. ഞാൻ വണ്ടി ഇടിച്ച് ഞാൻ വണ്ടിയിൽ നിന്ന് വീണിട്ട് പെറ്റിൽ ബൈക്കിൻ്റെ അടിയിൽ പോയിട്ട് എൻ്റെ കാലിൽ കൂടി അതിൻ്റെ ഫുട് റെസ്റ്റ് വരഞ്ഞു പോയപ്പോൾ കുറേ മാംസം പോയായിരുന്നു. അപ്പോൾ 41 ദിവസം പെങ്ങളുടെ വീട്ടിൽ പോയി ചികിത്സയിലായിരുന്നു. അപ്പം അവിടെ അവർ ബ്രാല് കൊണ്ടുവന്ന് തരും. എന്താ വെച്ചാൽ ബ്രാല് കഴിച്ചാൽ ശരീരം പെട്ടെന്ന് ഈ മുറിവുകൾ പെട്ടെന്ന് മാംസം വെച്ച് അടയുമെന്നാണ് പറയണത്. അപ്പം പക്ഷെ അത് ശരീരത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷേ ബ്രെയിനിൻ്റെ ഒരു ഭാഗം ഒരു അംശം പോയാൽ നമുക്ക് ഏതെങ്കിലും ഒരു കേടുണ്ടാവും. അതുകൊണ്ടാണ് ദൈവം ഈ തലയോട്ടി കൊണ്ട് ഈ സാധനത്തിനെ പൊതിഞ്ഞ് സൂക്ഷിക്കണത്.
വാ പൊളിച്ചു കഴിഞ്ഞാൽ താഴത്തെ തടി മൊത്തമല്ലേ, മുകളത്തെ തടി അങ്ങനെ തന്നെ ഇരിക്കണേ. താഴത്തെ സാധനമാണ് ഞാൻ അങ്ങോട്ട് അടക്കുന്നത്. ഈ ബ്രെയിൻ വെച്ചിരിക്കുന്ന സ്ഥലത്ത് ദൈവം അനക്കത്തില്ല. അപ്പം ഹെൽമെറ്റൊക്കെ ഇല്ലാതെ ചില ആൾക്കാർ വണ്ടിയെ പാഞ്ഞു പോകത്തില്ല. അതൊക്കെ പ്രായത്തിൻ്റെ പ്രശ്നങ്ങളാണ്. ഇത്തരം മനുഷ്യരാണ് ഹെൽമെറ്റ് ഇല്ലാതെ രക്തസാക്ഷികളായിരിക്കുന്നത്. അപ്പം ദൈവമാണ് ഈ ഹെൽമെറ്റ് ആദ്യം വെച്ചത്. അപ്പം അത് അത് എളിമ വേണം ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ ഓടിക്കുമ്പോൾ ഞാൻ എൻ്റെ ഉസ്താദാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് സ്വയം പറയാമെങ്കിലും ഒരു സെക്കൻഡ് കൊണ്ട്. പക്ഷെ എന്നാലും ഞാൻ പലപ്പോഴും, എനിക്കും ഡ്രൈവർമാരൊക്കെ ഉണ്ട്, വർഷങ്ങളായിട്ടുമുണ്ട്. പക്ഷെ എന്നാലും എപ്പോഴും എന്തെങ്കിലും മുട്ടുക തട്ടുക ചെയ്താൽ ഉടനെ ഡ്രൈവർ പറയണത് അവൻ്റെ കുഴപ്പമാണെന്ന് പറയത്തുള്ളൂ. അതാണ്. പിന്നെ ഓവർടേക്ക് ചെയ്യാനുള്ള ഒരു ത്വര, ഒരു കാര്യം വേണ്ട. വെറുതെ പോയാലും മുമ്പിൽ ഒരുത്തനെ കണ്ട അപ്പോൾ ഓവർടേക്ക് ചെയ്യണം. അതൊക്കെ ബ്ലഡിലുള്ള അഹങ്കാരങ്ങളാണ് ഇതൊക്കെ. അവരൊക്കെയാണ് ഈ ഇടയ്ക്കൊക്കെ പണി മേടിക്കണത്. ശരിക്കും നമുക്ക് അങ്ങനെയൊക്കെ വരുമ്പോഴേ ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊട്ടക്ഷൻ പോകും. അഹങ്കാരം വന്നാൽ ദൈവം അപ്പം തന്നെ അവിടുന്ന് മാറും, പ്രൊട്ടക്ഷൻ പോകും. അത് വളരെ ശ്രദ്ധിച്ച്. ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ കാര്യം അതൊന്നുമല്ല. നീ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? അപ്പം ന്യായമായ ഉത്തരം കൊടുക്കാൻ നമ്മുടെ ഉണ്ടാകണം. അപ്പം നീ വണ്ടി സ്പീഡിലാണ് പോകണമെങ്കിൽ 80-ൽ പോവുകയാണ്. അപ്പം അവിടെ 80 പോയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. 5 മിനിറ്റ് അവിടെ നേരത്തെ എത്താവുന്നതാണ്. നേരത്തെ 5 മിനിറ്റ് എത്തിയാലും 50 മിനിറ്റ് എടുത്തിട്ട് 10 മിനിറ്റ് എത്തിയാലും ചിലപ്പോൾ കാര്യമൊന്നും ഉണ്ടാവില്ല. ചുമ്മാ എന്തായാലും വണ്ടി എടുത്താൽ അപ്പം തന്നെ പറപ്പിക്കുക എന്നുള്ളത്. അത് നീ എന്ത് ചെയ്യുന്നു? ഈ ചോദ്യം നമ്മൾ ചോദിച്ചാൽ വണ്ടി അപകടം കുറഞ്ഞു കിട്ടും. ഈ ചോദ്യം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ റീൽസ് കാണൽ കുറഞ്ഞു കിട്ടും. ജീവിതം ദൈവത്തെ നിരക്കുന്നതായിരിക്കും. ദൈവം ആ ചോദ്യം ഏലിയോട് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഏലിയ പറഞ്ഞു, ഞാൻ നിന്നെക്കുറിച്ച് തന്നെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അതിനേക്കാൾ നല്ല ഉത്തരം വരെ കിട്ടാനുണ്ടോ? ഞാൻ നിന്നെക്കുറിച്ചുള്ള തീഷ്ണത ഞാൻ ജ്വലിക്കുകയാണ്. ഞാൻ ഇടയ്ക്കൊക്കെ ഓർക്കും ഏലിയയെ പോയി പറയാൻ പറ്റിയിരുന്നെങ്കിൽ. പക്ഷെ എന്നാലും ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം അങ്ങനെ പറയേണ്ടത് നല്ലതാണ്. വലിയ അനുഗ്രഹമാണ്. അപ്പോൾ പ്രസൻറ്റ് ടൈമിനോട് കാണിക്കുന്ന ഉത്തരവാദിത്വം നമ്മുടെ ദൈവം നിരീക്ഷിക്കുന്ന ഒരു മേഖലയാണ്. അപ്പം നമ്മളത് നിരീക്ഷിച്ച് വെച്ചാൽ ആ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ജീവിക്കാൻ പറ്റും. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.